أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറ ബഖറയിലെ 254 വചനമാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ആ മേൽപ്പറഞ്ഞ ദൈവദൂതന്മാരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അള്ളാഹു പ്രത്യേകമായി സംസാരിച്ച ചിലർ അവരിൽ ഉൾപ്പെടുന്നു. ചിലരെ അവൻ പല പദവികളിൽ ഉയർത്തിയിട്ടുമുണ്ട്. മറിയമിൻ്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ശേഷം വന്നവർ അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നുകിട്ടിയ ശേഷം പരസ്പരം കലഹിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ഭിന്നിച്ചു. അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ച ചിലർ അവരിലുണ്ട്, അവിശ്വസിച്ച മറ്റു ചിലരും അവരിലുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അന്യോന്യം കലഹിക്കുമായിരുന്നില്ല. എന്നാൽ താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നു. അള്ളാഹു അരുളുന്നു: മുകളിൽ വിവരിച്ച ഈ റസൂലുകളിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതായത് അവരിൽ ചിലർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉയർന്ന പദവിയുണ്ട്. മുൻകാല പ്രവാചകന്മാർ ഓരോരോ പ്രത്യേക ജനവിഭാഗങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവനുമുള്ളവർക്കായാണ് അയക്കപ്പെട്ടത്. എല്ലാ പ്രവാചകന്മാർക്കും ഒരേ പദവിയല്ല നൽകപ്പെട്ടിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് പ്രവാചകത്വത്തിനു പുറമെ ഭരണാധികാരവും നൽകിയിരുന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും ഉപരിയായ പദവിയിലാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. മിൻഹും മൻ കല്ലമല്ലാഹ്, അള്ളാഹു പ്രത്യേകമായി സംസാരിച്ചു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു ശരീഅത്ത് നൽകപ്പെട്ടുവെന്നാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരോടും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ചിലർക്ക് പുതിയ ശരീഅത്ത് നൽകപ്പെടുകയും മറ്റു ചിലർക്ക് പ്രവാചകത്വം മാത്രം നൽകപ്പെടുകയുമാണ് ചെയ്തത്. ഉദാഹരണത്തിന് മൂസാ നബിക്ക് ശരീഅത്ത് നൽകപ്പെട്ടപ്പോൾ ഈസാ നബിക്ക് പുതിയ ശരീഅത്ത് നൽകപ്പെട്ടിരുന്നില്ല. ഈസാ നബിയെ അള്ളാഹു റൂഹുൽ ഖുദ്സ് മുഖേന പിന്തുണച്ചു. അക്കാലത്ത് ജനങ്ങൾ തൗറാത്തിൻ്റെ യഥാർത്ഥ ആത്മാവിനെ ഉപേക്ഷിച്ച് ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ആന്തരികമായ ശുദ്ധീകരണവും ഹൃദയവിശുദ്ധിയുമാണ് പ്രധാനമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നത്. ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ആന്തരിക ആത്മീയത ഉപേക്ഷിച്ചാൽ നമസ്കാരം പോലെയുള്ള ആരാധനകൾ പോലും മനുഷ്യന് ശാപമായി മാറും. ചില ആളുകളുടെ നമസ്കാരം അവർക്ക് തന്നെ ശാപമായി മാറുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായി തുറന്നു പറഞ്ഞു തന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകളിൽ വഞ്ചിക്കപ്പെട്ടു. അവരുടെ ആത്മീയത ദുർബലമായപ്പോൾ സ്വന്തം ബലഹീനതയുടെ സ്വാധീനത്താൽ അവർ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുകയും ശരീഅത്തിനെ ഒരു ശാപമായി പ്രഖ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. ചുരുക്കത്തിൽ
അയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ് എന്നതിൻ്റെ അർത്ഥം ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിന് ഹൃദയവിശുദ്ധിയുടെ പ്രത്യേക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ടിരുന്നുവെന്നും വിശുദ്ധിക്കും ആന്തരിക ശിക്ഷണത്തിനും ഊന്നൽ നൽകാൻ അദ്ദേഹത്തോട് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടിരുന്നുവെന്നും ബാഹ്യമായ കൽപ്പനകളുടെ ആന്തരികമായ തത്വങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കപ്പെട്ടിരുന്നുവെന്നുമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് കാലെടുത്തു വെക്കാൻ തുടങ്ങിയിരുന്നു. വലൗ ഷാ അല്ലാഹുല്ലദീന മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്തു വലാകിൻ ഇഖ്തലഫു. ഇത്രയധികം പ്രവാചകന്മാരുടെ സംഭവങ്ങൾ കണ്ടതിന് ശേഷം ഈ ആളുകൾ ബോധവാന്മാരാവുകയും ഇനി വരാനുള്ളവരെക്കുറിച്ച് യാതൊരു എതിർപ്പിൻ്റെ നിലപാടും സ്വീകരിക്കാതിരിക്കുകയുമാണ് വേണ്ടിയിരുന്നത് എന്ന് ഇതിൽ വ്യക്തമാക്കി തരുന്നു. എന്നാൽ ഈ റസൂൽ വന്നപ്പോൾ അവർ വീണ്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി. വ്യക്തമായ തെളിവുകൾ വന്നിട്ടും ജനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചിലർ വിശ്വസിക്കുകയും മറ്റു ചിലർ നിഷേധിക്കുകയും ചെയ്തു. വലൗ ഷാ അല്ലാഹു മഖ്തതലു വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ നിർബന്ധപൂർവ്വം നേർവഴിയിലാക്കുമായിരുന്നു. എന്നാൽ മനുഷ്യന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വതന്ത്രമായ അവസരം നൽകുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അവൻ തിരഞ്ഞെടുക്കുന്ന വഴിക്കനുസരിച്ചാണ് അള്ളാഹു അവന് അർഹമായ പ്രതിഫലമോ ശിക്ഷയോ നൽകുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.